എന്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പോയി ഇപ്പം ബർഗർ ഉണ്ടാക്കാൻ പോകണം, ബർഗർ പോയി വെച്ചേക്കാണോ അപ്പം വിചാരിക്കും. പക്ഷെ ഇത് ബർഗർ ഒന്നല്ല കേട്ടോ, ഇത് പൈ ഉണ്ടാക്കാനുള്ള ക്രസ്റ്റ്. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണേ. അപ്പൊ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മൈദ, പഞ്ചസാര, ഉപ്പ് നമുക്ക് മിക്സ് ചെയ്യാട്ടോ. നമുക്ക് തണുത്ത ബട്ടർ, നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ബട്ടർ, അതിങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ബട്ടറും മൈദയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഫ്ലേക്കി ഇതായിട്ടുണ്ട്. ഇച്ചിരി ബട്ടറിൻ്റെ ഇതൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, അതങ്ങനെ ഇരിക്കട്ടെ, അത് നന്നാവുള്ളൂ നമ്മുടെ ബേക്ക് ചെയ്യുമ്പോൾ. നമുക്ക് ഇനി വെള്ളം ചേർക്കാം കേട്ടോ, ചെറുതായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് വരാം കേട്ടോ. നമുക്ക് ഈ കൺസിസ്റ്റൻസി ഇങ്ങനെ പിടിച്ച കിട്ടുന്ന കൺസിസ്റ്റൻസിയിൽ വരെ വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴക്കാം കേട്ടോ. നമുക്ക് ഇനി ആ ബോളിൽ നിന്ന് ഒരു ക്ലീൻ ആയിട്ടുള്ള സർഫസിലേക്ക് മാറ്റാം കേട്ടോ. ഇവിടെ ഈ പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ യോജിപ്പിക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ രണ്ടാക്കാം കേട്ടോ. വേണ്ടത് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡോ ഉണ്ടല്ലോ, നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നല്ല ഫ്ലേക്കി ആയിട്ട് വരും. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ലെയർ ലെയറായി ചെയ്യണം കേട്ടോ. നമ്മളപ്പോൾ ചെയ്ത പരിപാടി നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യട്ടോ. അത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വെച്ചു, അതിന് വീണ്ടും അങ്ങനെ അമർത്തി അങ്ങനെ ചെയ്യാം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 6-7 വട്ടം അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ലെയർ നന്നായിട്ട് കിട്ടാനായിട്ട് കേട്ടോ. ഓക്കെ, ഇത് ലെയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയാവണം കേട്ടോ. നമ്മുടെ പൈക്കുള്ള ക്രസ്റ്റ് റെഡിയാണ് കേട്ടോ. നമുക്കിനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇത് രണ്ടാക്കിയത് ഒന്ന് ആ താഴത്തെ ക്രസ്റ്റിനും പിന്നത്തെ മേളത്തെ ക്രസ്റ്റിനും കേട്ടോ. നമുക്ക് ഇനി അതൊരു റൗണ്ട് ബോളാക്കി വെക്കാം കേട്ടോ. ഡോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് നമ്മളുണ്ടാക്കിയില്ലേ ആ പൈ ക്രസ്റ്റ് ഇങ്ങനെ പൊതിഞ്ഞ് അല്ലെങ്കിൽ വല്ല സിപ്ലോൺ ബാഗിലോ നിങ്ങൾ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നത് അതിന് പുറത്തെടുക്കുക, കുറച്ചു നേരം ആ തോ ചെയ്യുക, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ അപ്പം തന്നെ ഉണ്ടാക്കുന്നത് കുറേ നേരം സമയം എടുക്കില്ല. ഇത് ഉണ്ടാക്കണം, പിന്നെ അതിന്റെ സ്റ്റഫിങ് ഉണ്ടാക്കണം. അപ്പൊ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഒരു ബാച്ച് ഉണ്ടാക്കാം, സ്റ്റോർ ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക, റോൾ ചെയ്യാം, ഉപയോഗിക്കാം. ഇത് ആപ്പിൾ പൈക്ക് ഉപയോഗിക്കാം, പിന്നെ ചെറി പൈ, പംകിൻ പൈ, എന്തിനും ഇവ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും